മാർക്കോ എന്ന മലയാള സിനിമ ഇന്ന് രാജ്യം ഒട്ടാകെ ചർച്ചാ വിഷയമാവുകയും വിശകലനം ചെയ്യപ്പെടുകയും ചെയ്യുന്നത് മലയാളികളായ നമ്മൾക്ക് അഭിമാനമാണ്. അതിനാൽ ആദ്യം തന്നെ ഉണ്ണി മുകുന്ദനും നിർമ്മാതാവ് ഷെരീഫ് മുഹമ്മദിനും സംവിധായകൻ അനീഫ് അദാനിക്കും പിന്നെ പിന്നണിയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. മാർക്കോ അന്യഭാഷകളിൽ മികച്ച പ്രതികരണവും കളക്ഷനും നേടുന്നതിൽ ഒരു ഞെട്ടലും വേണ്ട. കാരണം ആ സിനിമ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് അത്തരത്തിലാണ്. മാർക്കോ ഇറങ്ങുന്നതിന് മുന്നേ അതിന്റെ പിന്നണി പ്രവർത്തകർ എല്ലാവരോടായി പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ആ സിനിമയിലുള്ളത്. വയലൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി മാത്രം, അത്രയും മനക്കെട്ടിയുള്ള ആളുകൾക്ക് മാത്രം കാണാൻ പറ്റുന്ന ഒരു സിനിമ എന്ന രീതിയിൽ വന്ന ആ സിനിമ ഇപ്പോൾ എല്ലാവരും കണ്ട് അതിന്റെ ഒരു ഭീകരതയും ആ ഒരു സ്റ്റൈലിഷും മലയാള സിനിമ തന്നെയാണോ എന്നുള്ള ഒരു ചോദ്യത്തിലേക്ക് എത്തി നിൽക്കുന്നു. ഇത്തരത്തിലൊരു മലയാള പടം നമ്മൾക്കും എടുക്കാൻ പറ്റുമോ എന്നുള്ള ആ ചോദ്യത്തിന് ഒരു ഉത്തരമാണ് മാർക്കോ. പണ്ട് KGF ഇറങ്ങിയപ്പോൾ കേരളത്തിൽ പല ഭാഗത്തും യാഷിന്റെ പോസ്റ്ററുകൾ നമ്മൾ കണ്ടു. എന്നാൽ ആദ്യം നമ്മൾ ആരും തന്നെ ആ പടം ശ്രദ്ധിച്ചിരുന്നില്ല. എന്നാൽ കുറച്ചുപേർ ആദ്യം തന്നെ പോയി കാണുകയും പിന്നീട് അവരുടെ മൗത്ത് പബ്ലിസിറ്റിയിൽ ആ പടം വലിയ വിജയമായി മാറുകയും ഇങ്ങനെയും നല്ല രീതിയിൽ പടങ്ങൾ നമുക്ക് കാണാൻ പറ്റുമെന്ന് നമുക്ക് വിശ്വസിക്കേണ്ടി വന്നു. കാരണം ആ പടം അത്രയ്ക്കും ക്വാളിറ്റിയിലാണ് നിർമ്മിച്ചത്. കാരണം അതിന്റെ 1-ാം ഭാഗം നമ്മൾ കണ്ടു, 2-ാം ഭാഗവും കണ്ടു, ഇപ്പോൾ നമ്മൾ അതിന്റെ 3-ാം ഭാഗത്തിനു വേണ്ടി കാത്തിരിക്കുന്നു. അതിന്റെ കാരണം അത്തരത്തിലുള്ള മേക്കിംഗ് നമ്മൾ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. എന്നാൽ മാർക്കോ ഇറങ്ങിയപ്പോൾ നമ്മുടെ മലയാള സിനിമയിലും ഇതുപോലെയുള്ള മനോഹരമായ പടങ്ങൾ എടുക്കാൻ പറ്റുമെന്ന് തെളിയിച്ചിരിക്കുന്നു. KGFൽ യാഷ് ഉണ്ടാക്കിയെടുത്ത അതേ സ്റ്റാർ വാല്യൂ ഓളം തന്നെയാണ് ഇപ്പോൾ മാർക്കോയിലൂടെ ഉണ്ണിയും നേടിയെടുത്തിരിക്കുന്നത്. ഇരുവരും തമ്മിൽ നല്ല ഒരു സാമ്യതകളുണ്ട്. രണ്ടുപേരും മലയാളത്തിൽ ഉണ്ണി മുകുന്ദനെ മല്ലു സിംഗ് എന്ന് വിളിച്ചുകൊണ്ടിരുന്ന മലയാളികൾ ഇപ്പോൾ ഉണ്ണി മുകുന്ദനെ മല്ലു റോക്കി ബായ് എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ നമുക്കും ഒരു റോക്കി ബായിയെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഈ റോക്കി ബായിയെ നമുക്ക് ഇനിയും നല്ല സിനിമകളിൽ കാണാൻ പറ്റുമെന്ന് കരുതുന്നു. ഇത്തരത്തിലുള്ള ഒരു പടം നമ്മുടെ അന്യ സംസ്ഥാനങ്ങളിലും അന്യഭാഷകളിലൊക്കെ മൊഴിമാറ്റി എത്തപ്പെടുമ്പോൾ അവരും ഇത് കൈ നീട്ടി സ്വീകരിച്ചിരിക്കുന്നു. കാരണം ഇതിന്റെ ആ മേക്കിംഗ് അങ്ങനെ തന്നെയുള്ളതാണ്. കാരണം ഇംഗ്ലീഷ് സിനിമകൾ ഇറങ്ങുമ്പോൾ നമ്മൾ കാണുന്ന ആ ഒരു വിഷ്വൽ ക്വാളിറ്റി, പിക്ചർ ക്വാളിറ്റി ഈ ഒരു പടത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പല സീനുകളും സ്റ്റണ്ട് സീനുകളും ഒക്കെ അത്തരത്തിലുള്ള മനോഹരമായ ഓരോ ഐറ്റമാണ്.